വികാരനിർഭരമായിരുന്നു ആ കൂടിക്കാഴ്ച. 12 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയും മകളും കാണുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന മകളെ രക്ഷിക്കാനുള്ള അവസാന ശ്രമവുമായാണ് പ്രേമകുമാരി യമൻ വരെ എത്തിയത്. സനയിലെ ജയിലിൽ നിമിഷയുടെ അമ്മയെത്തുമ്പോൾ യമൻ സമയം ഉച്ചയായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ജയിലധികൃതർ പ്രത്യേക മുറി അനുവദിച്ചു. അമ്മയും മകളും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ അതിവൈകാരികമെന്നാണ് ഇവർക്കൊപ്പമുണ്ടായിരുന്ന യമനിലെ വ്യവസായിയും തമിഴ്നാട് സ്വദേശിയുമായ സാമുവൽ ജെറോമിന്റെ വാക്കുകൾ. നിമിഷപ്രിയയ്ക്കും അമ്മയ്ക്കും പുറത്തുനിന്ന് ഉച്ചഭക്ഷണം എത്തിച്ചു നൽകാൻ ജയിലധികൃതർ അനുവദിച്ചിരുന്നു. ഇരുവരും ജയിൽ വെച്ച് ഭക്ഷണം കഴിച്ചു. നിമിഷയോടൊപ്പം മണിക്കൂറുകൾ ചെലവഴിച്ച ശേഷമാണ് പ്രേമകുമാരി മടങ്ങിയത്. ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് പ്രേമകുമാരിക്ക് സനയിലും ജയിലിലും എത്താൻ കഴിഞ്ഞത്. എംബസി ഉദ്യോഗസ്ഥനും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം നിമിഷയ്ക്ക് മാപ്പ് നൽകിയാൽ മാത്രമേ മോചനം സാധ്യമാകൂ. ഇതിന് സനയിലെ ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്താനുള്ള ശ്രമങ്ങൾ നിമിഷ ആക്ഷൻ കൗൺസിൽ തുടങ്ങിയിട്ടുണ്ട്. തലാലിന്റെ കുടുംബം ദയാധനം വാങ്ങാൻ തയ്യാറായാൽ മോചന നീക്കങ്ങൾ സജീവമാകും. യമനിലെ പരമോന്നത കോടതി വരെ ശരിവെച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് പ്രസിഡന്റിന്റെ പരിഗണനയിലാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.